ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഈ 91-ാം സങ്കീർത്തനത്തിലെ ഈ വാക്യങ്ങൾ ഇതിൻ്റെ മുഴുവൻ അർത്ഥത്തോടും വ്യാപ്തിയോടും അതിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ജീവിതാനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് ഞാൻ നിങ്ങളോടൊത്ത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നടന്നത് 1999 ഓഗസ്റ്റ് മാസം 11-ാം തീയതിയാണ്. ഞങ്ങൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം സിസേറിയനായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ആ സമയത്ത് എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രസവ ശുശ്രൂഷയ്ക്കായിട്ട്. അപ്പോൾ ഒരു ദിവസം ഓഗസ്റ്റ് 11-ാം തീയതി രാവിലെ എൻ്റെ ഹസ്ബൻഡ് അന്ന് അപ്രതീക്ഷിതമായിട്ട് പുള്ളി രാവിലെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഞങ്ങളുടെ ഒരു വീട് പണി നടക്കുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ. അപ്പം കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കാനുണ്ട്, ബാങ്കിൽ പോയി പൈസ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് 10 മണിയോടുകൂടി അദ്ദേഹം പോയി. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് അമ്മച്ചി എന്നെ ഈ വേദമൊക്കെ ഇട്ട് കുളിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് കുഞ്ഞിൻ്റെ കൂടെ ഇട്ട് അങ്ങോട്ട് കിടക്കുന്നത് ഒരു 12 മണിയോടുകൂടി. പെട്ടെന്ന് ആരോ വന്ന് ബെല്ല് അടിച്ചു. മോന് അന്ന് സ്കൂളിൽ പോയില്ല, പപ്പ പോകാഞ്ഞാണ്ട് അവനെയും വിട്ടില്ല. അവൻ പപ്പ വന്നെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കഥ തുറക്കുമ്പോൾ ഒരു 4 പേര് പെട്ടെന്ന് അകത്തോട്ട് ചാടി കയറി വീടിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഓടി വന്ന് ഒരാൾ ആദ്യം കയറി വരുന്ന ആൾ ഞാൻ ആരാണ് എന്ന് നോക്കാനായിട്ട് കട്ടിലിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റിങ്ങോട്ട് വരുമ്പോൾ ആദ്യം കയറി വരുന്ന ആൾ എന്നെ വന്ന് സ്റ്റാബ് ചെയ്യുകയാണ്. ഒരാൾ ബാൽക്കണിയുടെ കഥ അടയ്ക്കുന്നു, ഒരാൾ അമ്മച്ചിയെ പിടിച്ചുകൊണ്ട് അകത്തെ മുറിയിലോട്ട് പോകുന്നു. എന്നെ സ്റ്റാബ് ചെയ്തു. അതിനുശേഷം വീണ്ടും കത്തി ഊരി എന്നെ രണ്ടാമത് വീണ്ടും സ്റ്റാബ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഇടതേ കൈ കൊണ്ട് തട്ടിയപ്പോൾ എൻ്റെ ഈ പാടാതിൻ്റെയാണ് ഇവിടെ ഇങ്ങനെ കത്തി കയറിപ്പോയി. വീണ്ടും മൂന്നാമത് കുത്തിയപ്പോൾ ഞാൻ എൻ്റെ വലത് കൈ കൊണ്ട് കത്തിക്കിട്ട് പിടിച്ച് നിർത്തി. ഞാൻ കൈയൊക്കെ മുറിഞ്ഞു. അപ്പോൾ എന്നോടവൻ പറഞ്ഞു, നീയും അകത്തോട്ട് നടക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുഞ്ഞ് വെളിയിലായിപ്പോയി. ഞങ്ങൾ എന്നെ അകത്തോട്ട് കൊണ്ടുപോയപ്പോൾ ഞാൻ അകത്ത് ചെല്ലുമ്പോൾ എൻ്റെ അമ്മയുടെ കഴുത്ത് മുറിച്ചിട്ട് അവരിങ്ങനെ അമ്മയെ കട്ടിലിൻ്റെ കീഴെ കയറ്റി ഇങ്ങനെ തള്ളിക്കയറ്റി ഇട്ടിട്ടുണ്ട്. മോനാണെ പേടിച്ച് അവനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ പേടിച്ച് അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വെളിയിലോട്ട് വന്ന് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അമ്മ അങ്ങനെ കിടക്കുന്നു. ഞാൻ ആ ഒരു സാഹചര്യം പെട്ടെന്ന് ഞാൻ കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധി കൊണ്ട് ഇവരെ ഹാൻഡിൽ ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എനിക്ക് പല രീതിയിലുള്ള പല ഐഡിയകൾ വന്നു. ബുദ്ധി കൊണ്ട് ഞാൻ സംസാരിച്ച് ഞാൻ 40 മിനിറ്റ് അവരെ ഞാൻ ഹോൾഡ് ചെയ്തു. അവർ സേഫിൻ്റെ താക്കോല് ചോദിച്ചു, ഞാൻ എടുത്തു കൊടുത്തു. അവർ അത് തുറക്കാൻ നോക്കുന്നുണ്ട്. അവിടുത്തെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്നെ കൊല്ലാതെ വെളിയിൽ പോകാൻ പറ്റത്തില്ല. കാരണം 2 ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു എൻട്രൻസേ ഉള്ളൂ. ഇവർ വെളിയിലോട്ട് ഇറങ്ങിയാൽ ഞാൻ അകത്തു നിന്ന് കതക് അടച്ചു കഴിഞ്ഞാൽ ബാൽക്കണിയിൽ നിന്ന് ഞാൻ വിളിച്ചു പോയാൽ താഴെ എൻട്രൻസ് താഴെ അവിടെ ഇട്ട ആൾക്കാർക്ക് അവരെ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സംഭവം കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങളെ കൊല്ലുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞ് പല ഐഡിയകൾ എനിക്ക് വന്നു. ഞാനിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ അവർ സേഫ് തുറക്കാൻ നോക്കുന്നുണ്ട്. ഏതാണ്ട് 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബാങ്കിൽ പോയിട്ട് വന്നു. അതിനു മുമ്പ് ഈ ഉണ്ടായ കുഞ്ഞ് അത് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞ് ചോരക്കട്ട പോലെ അതുപോലെ കുഞ്ഞ് കരയാണ്. അപ്പോൾ ഇതിലൊരാൾ അവിടെ ചെന്നിട്ട് ഈ ചത്ത എലിയെ തൂക്കിയെടുത്തുകൊണ്ട് വരുന്ന പോലെ കാലിന് തള്ളവിരലിൽ ഇങ്ങനെ തൂക്കി എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് എൻ്റെ കൈ കൊണ്ട് തന്നു. എൻ്റെ കൈ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞൊരു ശകലം ഒന്ന് അടങ്ങി. പിന്നെ ഞാൻ അതിനെ ആശ്വസിപ്പിച്ചു. മോനെ വിളിച്ചെടുത്തതെന്ന് പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, മമ്മിയല്ലേ ഉള്ളേ എന്ന് പറഞ്ഞ് അവനെ ഒന്ന് ആശ്വസിപ്പിച്ചു. അതിനുശേഷം ഇവരോട് ഞാൻ സംസാരിച്ച് ഇവരെ നിർത്തിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ബാങ്കിൽ പോയിട്ട് വന്നു. അപ്പം എന്തോ സംതിങ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആരോ പറഞ്ഞതനുസരിച്ച് വേറൊരാളും കൂടെ കൂട്ടി മേളിൽ കയറി വരുമ്പോൾ കതക് തുറക്കാൻ പറഞ്ഞിട്ടൊന്നും ഞങ്ങൾ കതക് തുറക്കാഞ്ഞപ്പോൾ അദ്ദേഹം കതക് ചവിട്ടി പൊളിച്ചകത്ത് കയറി വരികയാണ്. അവർ കതക് തുറന്ന് ആ നേരം കൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പെട്ടെന്ന് ചാടി വെളിയിലിറങ്ങി. എന്നാൽ പോയ വഴിക്ക്
ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛായ അമ്മച്ചി എന്നൊന്ന് പറഞ്ഞിട്ട് അതിനോടി അദ്ദേഹം അകത്ത് ചെന്ന് നോക്കുമ്പോൾ അമ്മച്ചി ഇങ്ങനെ ചോരയ്ക്കകത്ത് കുളിച്ച് കിടക്കുക. ആ സമയത്ത് ഞങ്ങൾ അനുഭവിച്ച അദ്ദേഹവും പെട്ടെന്ന് വിചാരിക്കുകയാണ് അമ്മച്ചി മരിച്ചുപോയി എന്നാണ് വിചാരിച്ചത്. എല്ലാ ധൈര്യവും ചോർന്നു പോയെങ്കിലും അമ്മച്ചിയെ എടുത്ത് താഴെ കൊണ്ടുവരുന്നു. താഴെ കൊണ്ടുവന്ന് അപ്പോൾ ആരോ പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് വണ്ടി വന്നു. എന്നോട് ചോദിച്ചു, നീ അമ്മച്ചിയെ കൊണ്ട് പൊക്കോളാമോ? ഞാൻ പറഞ്ഞു, ഞാൻ പൊക്കോളാം. അങ്ങനെ അമ്മച്ചിയെ കൊണ്ട് പോലീസ് വണ്ടിയിൽ ഞങ്ങൾ എയിംസിലെത്തുന്നു. എയിംസിലെത്തിയപ്പോൾ അവിടെ ഒരു ആക്സിഡൻറ്റ്, ബസ് ആക്സിഡൻറ്റ് കേസ് നടന്ന് എമർജൻസി മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. എങ്കിലും ദൈവം ആ സമയത്ത് എൻ്റെ കൂടെ നിന്നു. ദൈവം എനിക്ക്, ഞാൻ പോലീസുകാരോട് പറഞ്ഞു, ഞങ്ങളെ അകത്തൊന്ന് ആക്കി തന്നാൽ മതി. പോലീസുകാരെങ്ങനെയെങ്കിലും ഞങ്ങളെ രണ്ടുപേരെ അകത്താക്കിയപ്പോൾ ഞാൻ ഒരു മലയാളി സിസ്റ്ററിനെ കണ്ടു ഓടിച്ചെന്ന് വിവരമൊക്കെ പറഞ്ഞു. അവരവിടുത്തെ ഇൻചാർജായിരുന്നു. പെട്ടെന്ന് അവർ ഞങ്ങളെ സഹായിച്ചു എല്ലാ രീതിയിലും. ഇപ്പോൾ അമ്മച്ചിയുടെ മുറിവ് എവിടാന്ന് പോലും അറിയാൻ പാടില്ലാതെ ചോരയ്ക്കകത്ത് കുളിച്ച് കിടക്കുകയാണ്. ഒരു പൈപ്പ് കൊണ്ടുവന്ന് വെള്ളം അടിച്ച് കഴുകി അങ്ങോട്ട് അമ്മച്ചിയെ മാറ്റി. എന്നാൽ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇതെല്ലാം മറന്നു പോയിരുന്നു. എനിക്ക് ഇങ്ങനെ സ്റ്റാബ് ചെയ്ത കാര്യമൊക്കെ. ഏതാണ്ട് 40 സ്റ്റിച്ച് ഉണ്ടായിരുന്നു എനിക്ക് തന്നെ. 4:30 ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോഴൊക്കെയും അമ്മച്ചി ജീവനുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക്, രക്ഷപ്പെടുമോ എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സംശയമായിരുന്നു. ഏതായാലും ഞാൻ തിരിച്ച് വരുമ്പോൾ അമ്മച്ചിയെ അവർ എല്ലാം ഡ്രസ്സൊക്കെ ചെയ്ത് ഒരിടത്ത് ഒരു കസേരയിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ഈ കേസൊക്കെ അവരെ പിടിച്ചു, 4 പേരെയും പിടിച്ചു. കേസൊക്കെ കുറേ നാളൊക്കെ നടന്നു. ഞങ്ങൾ പറഞ്ഞു കേസ് വേണ്ട, ഞങ്ങൾ മനസ്സുകൊണ്ട് അവരോട് ക്ഷമിച്ചു. അവരുടെ പേരൻസൊക്കെ, ചിലരുടെ പേരൻസൊക്കെ വന്ന് ഞങ്ങളോട് ക്ഷമയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഈ സങ്കീർത്തന വാക്യം, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഇത് വെറും ഒരു ഉറപ്പല്ല, ഇത് വലിയ ഉറപ്പാണ്. ഇതിൻ്റെ ആഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കി ദൈവത്തെ രുചിച്ചറിഞ്ഞ് രണ്ടാമതൊരു ജീവിതം ലഭിച്ച ആളാണ് ഞാൻ. എൻ്റെ ഈ അനുഭവ സാക്ഷ്യം ഞാൻ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുകയും എന്നും ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, അന്നുണ്ടായ കുഞ്ഞ് ഇപ്പോൾ അവൾ MBA ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ചെയ്യുകയാണ്. ദൈവം എനിക്ക് ആ കുഞ്ഞിനെ എനിക്ക് തന്നു. എൻ്റെ മോനും ഒരു കുഴപ്പമില്ല. അവൻ പേടിച്ച് പനിയൊക്കെ വന്നായിരുന്നു. അവിടെയൊക്കെ അവനിപ്പം കല്യാണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ദൈവം ഞങ്ങളെ നടത്തുന്നു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ ഈ ജീവിതാനുഭവം സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ദൈവതിരുനാമം മഹത്വപ്പെടുവാൻ തക്കോണം ഇതൊരു പാഠമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. And I love your voice, for you have led me through the fire and all my days I've been held in your hands. I've known you like a father, and I've known you as a friend, and I will live in the goodness of God. Sing all my life, and all my life you have been faithful. Yes, and all my life you have been so, so good. With every breath that I am able, oh, I will sing of the goodness